ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് എക്സാം അക്കാഡമീസ് വന്നിട്ടുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ DSC എക്സാം ഒക്കെ വന്നതുകൊണ്ടുകൂടി അപ്പോൾ ഏത് അക്കാദമിയിൽ ചൂസ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നല്ലതാണെന്ന് ഓക്കെ ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. വെറുതെ കാശ് കളയരുത്. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള രീതിയിലുള്ള അക്കാദമീസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും പോയി തലവെക്കരുത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ഫയൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളടുത്ത് അതിൻ്റെ റാങ്ക് ഫയൽ ഉണ്ട്. അത് നമ്മൾ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പീറ്റർ ഡി കുബേർട്ടിൻ എന്നാണ് ഷോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സും മനസ്സിൽ കരുതുക. അതുപോലെ തന്നെ ഒളിമ്പിക് ഗവേണിംഗ് ബോഡി ഏതാണ് ഒളിമ്പിക് ഗവേണിംഗ് ബോഡി എന്നുള്ളതാണ്. IOC ആണ്. ഇതൊക്കെ ഒളിമ്പിക്സ് മൂവ്മെൻറ്റ് എന്നുള്ള പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളറിയാം BPED ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒളിമ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെ നമുക്കുണ്ടായിരുന്നു. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് ഇന്ത്യൻ സ്പോർട്സ് അവാർഡുകളെ കുറിച്ചൊക്കെ PSCയിൽ ചോദിക്കാറുണ്ട്. അത് ഖേൽ രത്ന അവാർഡാണ്. അതൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുന അവാർഡ് ഈസ് ഗിവൺ ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ് അർജുന അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അർജുന അവാർഡ് പെർഫോമൻസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അതുപോലെ തന്നെ മറ്റൊരു അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് ഈസ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, അത് കോച്ചസിനാണ്. നല്ല ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ, അതായത് കോച്ച് ചെയ്യുന്ന ആളുകൾ, ഓരോ കാര്യങ്ങൾ സ്പോർട്സിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചസിന് വേണ്ടിയിട്ടുള്ള അവാർഡാണ് ദ്രോണാചാര്യ. ഒരിക്കലും അർജുന അവാർഡും ദ്രോണാചാര്യ അവാർഡും മാറിപ്പോരുത്. ലോറൻസ് അവാർഡ് ബിലോങ്സ് ടു അതെന്തുമായി ബന്ധപ്പെട്ടതുള്ളതാണെന്നുള്ളതാണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് ലോറൻസ് അവാർഡ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഒളിമ്പിക് ഗെയിം ഹെൽഡ് ഇൻ ഏതൻസിലാണ് ഫസ്റ്റ് ഒളിമ്പിക് ഗെയിംസ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഏതൻസ്. പിന്നെ മോഡേൺ ഒളിമ്പിക്സും അതുപോലെ തന്നെ ഒളിമ്പിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. ഒളിമ്പിക് മൂവ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020 ഒളിമ്പിക് ഹോസ്റ്റ് സിറ്റി ഏത് സിറ്റിയിലാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് ടോക്കിയോ ആണ് ഉത്തരമായിട്ട് പറയുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ്. പാരാഒളിമ്പിക്സ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പാരാഒളിമ്പിക്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പാരാഒളിമ്പിക്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ടഡ് ഇൻ 1930 കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ ഗെയിംസിന്റെ ഗവേണിംഗ് ബോഡിയാണ്. OCA ആണ് ഏഷ്യൻ ഗെയിംസിന്റെ ഗവേണിംഗ് ബോഡി. അതുപോലെ തന്നെ PE ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്രീസ് ഫോക്കസ്ഡ് ഓൺ. ഗ്രീസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതെന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തത് ജിംനാസ്റ്റിക്സ് ആയിരുന്നു. അതുപോലെ തന്നെ സ്വീഡൻ സിസ്റ്റം ഫൗണ്ടർ ലിങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ജർമ്മനി ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ജാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, അതായത് ഇന്ത്യയിൽ ആരാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ടാലന്റ് ഐഡന്റിഫിക്കേഷൻ മീൻസ്, നമുക്കറിയാം ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. പല രീതിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ടാലന്റിനെ മനസ്സിലാക്കി അവരെ കൃത്യമായിട്ടുള്ള വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ടതും. അപ്പോൾ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. ടാലന്റ് ഐഡന്റിഫിക്കേഷൻ. സ്റ്റഡി ഓഫ് മൈൻഡ് ഇൻ സ്പോർട്സ് സൈക്കോളജി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സ്പോർട്സ് സൈക്കോളജി. ഡ്രൈവ് ടു ആക്ട് ഈസ് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടിവേഷൻ ആണ് ഡ്രൈവ് ടു ആക്ട് എന്ന് പറയുന്നത്. സഡൻ ഇമോഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അഗ്രഷൻ ആണ്. അതുപോലെ തന്നെ ഫിയർ ബിഫോർ കോമ്പറ്റീഷൻ എന്തായിരിക്കും, നമ്മളൊരു മത്സരത്തിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് പൊതുവെ അത്ലറ്റ്സിനായാലും പാർട്ടിസിപ്പൻസിനൊക്കെ ആയാലും ഒരു ആൻസൈറ്റി ഉണ്ടാവും. അതാണ് ഫിയർ ബിഫോർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, ആൻസൈറ്റിയാണ്. ലെവൽ ഓഫ് അലേർട്ട്നെസ് എന്ന് പറയുന്നത് അറൗസൽ ആണ്. അതുപോലെ തന്നെ സർപ്ലസ് എനർജി തിയറി ബൈ
സ്പെൻസർ ആണ്. ഗ്രോത്ത് റെഫേഴ്സ് ടു ഇൻക്രീസിങ്, അത് സൈസാണ്. ഗ്രോത്ത് പല രീതിയിൽ നമുക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് എങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. ഇതിപ്പോൾ ബോഡിയുമായി റിലേറ്റ് ചെയ്യുമ്പോൾ സൈസാണ്. ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു മെച്യൂരിറ്റി, പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളുണ്ട്. അതിൽ ഒന്നാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഏറ്റവും ഉചിതമായത് കണ്ടെത്തിയിട്ട് വേണം കൊടുക്കാൻ. ചിലപ്പോൾ ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും ഓപ്ഷനിൽ, ഇപ്പോൾ നോക്കിയിട്ട്. പിന്നെ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ്സ് ഡൈനാമിക്സ് ആണ്. സ്റ്റഡി ഓഫ് ഗ്രൂപ്പ്സ് അത് 26ാമത്തെ ക്വസ്റ്റ്യൻ, 26th ക്വസ്റ്റ്യൻ. ഡൊമിനൻറ്റ് പേഴ്സണാലിറ്റി ടൈപ്പ്. പേഴ്സണാലിറ്റി ടൈപ്പ് 3 എത്രണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രോവേർട്ട്, എക്സ്ട്രാവേർട്ട്, ആംബിവേർട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഡൊമിനൻറ്റ് പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാവേർട്ട് ആണ്. അതുപോലെ തന്നെ ബോഡി ടൈപ്പ് റൗണ്ട് ഷേപ്പ്, ബോഡി ടൈപ്പ് ഹ്യൂമൻ ബോഡിയുടെ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻഡോമോർഫ് ആണ്, എൻഡോമോർഫ്. അതുപോലെ തന്നെ മസ്കുലർ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് മെസോമോർഫും, ബോഡി ടൈപ്പ് ഓഫ് ലീൻ ആയിട്ടുള്ള ആൾ എക്ടോമോർഫും ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു എളുപ്പവഴി ഉണ്ട് ഇതിന്. എന്താണെന്ന് വെച്ചാൽ ഉരുണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും എൻഡോമോർഫ്. അപ്പോൾ ഉരുണ്ട് എന്നുള്ളതിന് ഒരു എന്നിൻ്റെ മുകളിൽ നമുക്കൊരു ഹെഡും വരച്ചു കൊടുക്കാം. ഒരു എൻ പോലെ വരച്ചു കഴിഞ്ഞാൽ എൻഡോമോർഫ്, കുറച്ച് ഉരുണ്ടിരിക്കുന്ന ആൾക്കാർ. പിന്നെ മസ്കുലർ ആയിട്ടുള്ള ആൾക്കാർ, മസ്കുലറിൻ്റെ എം സ്റ്റാർട്ടിങ് വിത്ത് മെസോമോർഫ്. മെസോമോർഫ് സ്റ്റാർട്ടിങ് വിത്ത് എം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. എന്ത് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്ടോമോർഫാണ്. എക്ടോൻ്റെ സിയും ടിയും എടുക്കാം. അത് നമുക്കൊരു എന്താ പറയുക, ചിത്രം വരയ്ക്കുന്ന സമയത്ത് ലീൻ ആയിട്ടുള്ള ഒരാളെ നമുക്ക് അതിൽ വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എക്ടോമോർഫ് എന്ന് പറയുന്നത് ലീൻ ബോഡിയാണ്. അപ്പോൾ ബോഡി ടൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഡെഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ്. ഡെഫിഷ്യൻസി ഓഫ് അയൺ കേസ് ബൈ അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ബോഡി. അതുപോലെ തന്നെ സ്മാൾ ന്യൂട്രീഷൻ കാൾഡ്. ഈ സ്മാൾ ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. മൈക്രോ ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. വിറ്റാമിൻ ഡി ഡിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിപ്പോകുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്ലീഡിങ്. ഇപ്പോൾ ബ്ലഡ് കൂടുതലായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ ബ്ലീഡിങ്, അതിനുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പ്രഷറാണ്. ഐസ്, കംപ്രഷൻ, പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ ഷോർട്ട് ഫോം, അതിൽ ഷോർട്ട് ആക്കിയിട്ടുള്ള ഒരു പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അതൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക, റീകണക്ട് ചെയ്യുക. അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി എക്സാമ്പിൾ സ്പ്രെയിനാണ്. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനുള്ളത്. ഹാർഡ് ടിഷ്യൂ ഇഞ്ചുറീസിന് എക്സാമ്പിൾ ഫ്രാക്ചർ. പിന്നെ റൈസ് സ്റ്റാൻഡ് ഫോർ, റൈസിൻ്റെ 6 സ്റ്റാൻഡ് ചെയ്യുന്നത് റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൈസും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിൻ്റർ ഒളിമ്പിക്സ് സ്പോർട്സ് പ്ലേഡ് ഓൺ. എവിടെയാണ് വിൻ്റർ ഒളിമ്പിക്സ് മത്സരിക്കുന്നത് എന്നുള്ളത് സ്നോയിലാണ് ഇത്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് മോട്ടോ എന്ന് പറയുന്നത് കൂടുതൽ വേഗം, കൂടുതൽ ദൂരം, കൂടുതൽ ഉയരം. ഇപ്പോൾ അത് ഈ കോവിഡിന് ശേഷം അത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ടുഗദർ എന്നുള്ളതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒളിമ്പിക് മോട്ടോ. സിറ്റ്യൂസ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സിറ്റ്യൂസ്. അപ്പോൾ അതൊരു ഗ്രീക്ക് വേർഡാണ്. കൂടുതൽ വേഗം, കൂടുതൽ ഉയരം, കൂടുതൽ ദൂരം. അത് ടുഗദറിനും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ COVID-19 ആ പാൻഡമിക്കിന് ശേഷം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കരുത്. അതുപോലെ തന്നെ സെൽ ഈസ് ബേസിക് യൂണിറ്റ് ഫോർ ലൈഫാണ്. ലോങ്ങസ്റ്റ് ബോൺ ഇൻ ദ ബോഡി ഫിമർ, നമ്മുടെ തൊടയിലാണ്. ബ്ലഡ് സർക്കുലേഷൻ ഓർഗൺ ഹാർട്ടാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്യൂറിൻ ആൽവിയോളിയാണ്. അതുപോലെ തന്നെ ഡൈജഷൻ ബിഗിൻ ഇൻ, എവിടെ നിന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈജഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ മൗത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. മൗത്തിൽ നിന്ന് തുടങ്ങി ഏനസ് വഴി. അപ്പോൾ അതുപോലെ തന്നെ കൺട്രോൾ സെൻറ്റർ ടു ബോഡി, നമ്മൾക്കറിയാം
നമ്മുടെ നെർവൽ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് CNS ഉം PNS സെൻട്രൽ നെർവൽ സിസ്റ്റം, പെരിഫറൽ നെർവൽ സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവൽ സിസ്റ്റം, പെരിഫറൽ നെർവൽ സിസ്റ്റം, ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ. അത് അപ്പോൾ അതിൻ്റെയൊക്കെ സെൻട്രായിട്ട് വരുന്നത് ബ്രെയിനാണ്. ഹോർമോൺസ് സെക്രറ്റഡ് ബൈ ഗ്ലാൻസ്, ലാർജസ്റ്റ് മസിൽ ഗ്ലൂട്ടസ്. എക്സ്ക്രോട്ടറി ഓർഗൻ കിഡ്നി, ആക്സസ് ഡിവൈഡ് ബോഡി ഇൻറ്റു, നമ്മൾ അതായത് ആക്സസ് ഡിവൈഡഡ് ബോഡി ഇൻറ്റു പ്ലെയിൻസ് ആയിട്ട്. അതിന് ജോയിൻറ്റ് ടൈപ്പ് ടു ദ ഷോൾഡർ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഇല്ലേ, ജോയിൻറ്റ് ടൈപ്പ് ഇൻ ഷോൾഡർ ബോൾ ടൈപ്പാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ബൈ ആരാണ്? ലോ ഓഫ് മോഷൻ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ. ന്യൂട്ടനാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിവർ എക്സാമ്പിൾ ഇൻ ബോഡി, നമ്മുടെ ശരീരത്തിലെ ലിവർ എക്സാമ്പിൾ എന്ന് പറയുന്ന ആമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ട്രെയിനിങ് പ്ലാൻ ഡിവിഷൻ, അതായത് നമ്മളെ പീരിയോഡൈസേഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓരോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ നമ്പർ ഓഫ് ഡേയ്സിനെ വെച്ചിട്ട് പീരിയോഡൈസ് ചെയ്തിട്ടുണ്ട്, ഒരു സൈക്കിളാക്കിയിട്ട്. ഓക്കെ, അടുത്തത് എബിലിറ്റി ടു ഡു വർക്ക്, ഫിറ്റ്നസ് ആണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പീഡ് ട്രെയിനിങ് മെത്തേഡ് ഇൻ്റർവെല്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രെങ്ത് ട്രെയിനിങ് യൂസസ് വെയ്റ്റ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. ലാക്ക് ഓഫ് ആക്ടിവിറ്റി ഡിസീസ്, ഹൈപ്പോകൈനറ്റിക് ഡിസീസ് സ്പ്രെഡ് ബൈ കോണ്ടാക്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണത്. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് പ്ലാനിങ് കാൾഡ് മാനേജ്മെന്റ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, പ്രോസസ് ഓഫ് പ്ലാനിങ് കാൾഡ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് അറേഞ്ച്മെന്റ് ഈസ് ഫെസിലിറ്റി, ഗ്രൗണ്ട് അറേഞ്ച്മെന്റ് ഈസ് ഫെസിലിറ്റി, അതിലാണ് വരുന്നത്. അതുപോലെ തന്നെ എക്യുപ്മെന്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഇൻവെന്ററി ആണ്. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇൻഫ്ലുവൻസ്, ലീഡർ ഈസ് എ പേഴ്സൺ ഹു ഇൻഫ്ലുവൻസ് പീപ്പിൾ, അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് എന്ന് വെച്ചാൽ ബഡ്ജറ്റാണ് ഫിനാൻഷ്യൽ പ്ലാൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നോക്കൗട്ട് ടൂർണമെന്റ് ടൈപ്പ്, എലിമിനേഷൻ ആണ് അതിൽ വരുന്നത്. മെഷറിംഗ് പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്, വോളിബോൾ പ്ലേയേഴ്സ് ഇൻ എ ടീം. അതുപോലെ തന്നെ കോർട്ടിന്റെ മെഷർമെന്റ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ PSCയിൽ ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ റൂൾസ് ആൻഡ് കോർട്ട് മെഷർമെന്റ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ ഫെയിമായിട്ടുള്ള ഗെയിമുകൾ, ഫെമിലിയർ ആയിട്ടുള്ള ഗെയിമുകളുടെ ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ 6 ആണ്. അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ റിംഗ് ഹൈറ്റ് 10 feet ആണ് അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുട്ബോൾ മാച്ച് ഡ്യൂറേഷൻ 30 minutes ആണ്. ക്രിക്കറ്റ് പിച്ച് ലെങ്ത്, ഇത് ഇടയ്ക്കിടയ്ക്ക് കേട്ടറ്റിലായാലും PSCയിലൊക്കെ ആയാലും ചോദിക്കുന്നതാണ്. 22 yards ആണ്. ഹോക്കി പ്ലേയേഴ്സ് ഇൻ എ ടീം 11 ആണ്. ഗ്രോത്ത് ഹോർമോൺ സെക്രേറ്റഡ് ബൈ പിറ്റ്യൂട്ടറിയിലാണത്. സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്കകത്തുള്ള സ്റ്റേപ്പീസ് ആണ്. നോർമൽ പൾസ് റേറ്റ് അഡോൾട്ട്സ് 72 ആണ്. ഓക്സിജൻ കാരിയഡ് ബൈ ഹീമോഗ്ലോബിൻ ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ, യൂണിറ്റ് ഓഫ് എനർജി ജോൾ. അതുപോലെ തന്നെ പ്ലെയിൻ ഡിവൈഡിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സജിറ്റൈലാണ്. നമ്മുടെ ബോഡീനെ ലെഫ്റ്റും റൈറ്റും ആക്കിയിട്ട് ഇതാക്കുന്നത് സജിറ്റൈൽ. അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്യുന്നത് ഫ്രണ്ടൽ. പ്ലെയിൻ ഡിവൈഡഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫ്രണ്ടലാണ്. പ്ലെയിൻ ഡിവൈഡഡ് ടോപ്പ് ടു ബോട്ടം ട്രാൻസ്വേഴ്സ്. അതുപോലെ തന്നെ ഫ്ലെക്ഷൻ ഡിഗ്രീസ് ആംഗിൾ ആണ്. എക്സ്റ്റൻഷൻ ഇൻക്രീസ് ആംഗിൾ ആണ്. ബാലൻസ് സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ആണ്. വാം ടു പോസ്റ്റർ ഡിഫോമിറ്റി എക്സാമ്പിൾ കിംഫോസിസ്, സ്കോളിയോസിസ്, ലോഡോസിസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലാനസ്. CPR സ്റ്റാൻഡ്സ് ഫോർ റെസിസ്റ്റേഷൻ. ഒളിമ്പിക് സിംബൽ റിങ്സ് 5. എത്ര ഒളിമ്പിക്സ് റിങ്സ് ഉണ്ടെന്ന് വെച്ചാൽ 5 ആണ്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിം ഹെൽഡ് അറ്റ് ഇൻ ഡൽഹിയിലാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ അക്രോണമി KOA ആണ് ഇതിൻ്റെ രൂപമൊക്കെ നൽകിയിട്ടുള്ളത്. മെഷർമെൻറ്റ് ടൂൾ ഫോർ ഹൈറ്റ് സ്റ്റഡിയോമീറ്റർ. ഇതെപ്പോഴും കേട്ടിട്ടും ചോദിക്കുന്നതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ്, സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ റിയാക്ഷൻ ടൈം മെഷേർഡ് ബൈ ക്രോണോസ്കോപ്പ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എസെൻഷ്യൽ ബാൻഡേജ്. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ഹിസ്റ്റോളജി. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് എന്നാണ് ഹിസ്റ്റോളജി. അപ്പോൾ 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.